സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ സംരംഭ ലോകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പല മുഴക്കങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. എന്നാൽ നമുക്ക് ഗവൺമെന്റ് എന്ത് സപ്പോർട്ട് തരുന്നു എന്ന് നമ്മൾ ചോദ്യമുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിങ്ങളുടെ കൂടെയുണ്ട്, ഭാരത സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്, കേരള സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ ഹൈപ്പുണ്ട്. പക്ഷേ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് നമുക്കുള്ള സപ്പോർട്ട് എന്ന വിധത്തിൽ അവർക്കൊന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ നേരെ പോയി ബാങ്കിനെ പോയി കണക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്, മുദ്ര ലോൺ എന്ന് പറയുന്ന ഒരു ഹൈപ്പ്. നോർമലി മുദ്ര ലോണിന് പോയി തലവെക്കലാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ചെയ്യുന്നത്. എന്നാൽ മുദ്ര ലോണിന് സബ്സിഡി ഉണ്ടോ? ഇല്ല, മുദ്ര ലോണിന് സബ്സിഡി കൊടുക്കുന്നില്ല. എന്നാൽ കേരള സർക്കാർ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട്, അത് ബാങ്കോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോ ഫണ്ട് ചെയ്യുന്ന സമയത്ത് അതിന് സബ്സിഡി കൊടുക്കുന്ന ഒരു ലോൺ സ്കീമുണ്ട്. അതാണ് വൺ ഫാമിലി വൺ എന്റർപ്രൈസ് എന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലോണിന്റെ പേരാണ് വൺ ഫാമിലി വൺ എന്റർപ്രൈസ് എന്നത്. നമുക്ക് ഈ ലോണിനെ ഒന്നും കൂടി എടുത്തു പറയാൻ, അതായത് വൺ ഫാമിലി വൺ എന്റർപ്രൈസ് എന്നതിനെ കുറച്ചും കൂടെ എടുത്തു പറയണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നോക്കിയാൽ മതി. അവിടെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഫാമിലിയിലെ ഒരു വ്യക്തി ഉന്നത നിലവാരത്തിൽ പഠിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ ജോലി ചെയ്തിട്ടൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സംരംഭം ഉള്ളത് കൊണ്ട് തന്നെ ആ കുടുംബം ഒരിക്കലും പട്ടിണിയാവുന്നില്ല. കാരണം വീട്ടിലൊരു സംരംഭമുണ്ട്, അത് ലാഭകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് IT ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം AI ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് പല ആൾക്കാരുടെ പണി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സംരംഭമുണ്ട്. എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല, എല്ലാവരും തൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും പണി പോയാൽ കുടുംബം പട്ടിണിയാവും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു സംരംഭം എങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം പട്ടിണിയാകത്തില്ല. സ്വാഭാവികമായും അതിലൂടെ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ദിശാബോധത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൺ ഫാമിലി വൺ എന്റർപ്രൈസ് എന്നത്. ഒരു കുടുംബത്തിൽ ഒരു സംരംഭം. ഇതാണ് അതിന്റെ മൊത്തത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു പറയാൻ തക്ക വിധത്തിലുള്ള ഒരു ഉദാഹരണം എന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നത് 10 ലക്ഷം രൂപ വരെ ലഭിക്കും. അതായത് നിങ്ങൾ ഇതിനകത്ത് അപ്രോച്ച് ചെയ്യുന്നത് ബാങ്കിനെ, KSFE അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ, ഇവരൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഇതിലൂടെ നിങ്ങൾക്ക് ലോൺ വാങ്ങിച്ചെടുക്കാം. എന്നാൽ ശരാശരി 10-12% ആയിരിക്കും ഇൻട്രസ്റ്റ് ഇനത്തിൽ അവർ ചാർജ് ചെയ്യുന്നത്. ബാങ്കിനെ എടുക്കുകയാണെങ്കിൽ 12% വരെയൊക്കെ ആയിരിക്കും ശരാശരി അവർ സംരംഭത്തിന് വേണ്ടി എടുക്കുന്ന ഇൻട്രസ്റ്റ് എന്നത്. എന്നാൽ മുദ്ര ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള സബ്സിഡികളും ഇതിൻ്റെ അകത്തില്ല. എന്നാൽ വൺ ഫാമിലി വൺ എന്റർപ്രൈസ് മുഖേന നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. 6% സബ്സിഡി ലഭിക്കും. അതായത് 10% ഇൻട്രസ്റ്റ് ഇനത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾ 4% അടച്ചാൽ മതി. ബാക്കി 6% കേരള സർക്കാർ നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കും. അതിങ്ങനെ 5 വർഷം കേരള സർക്കാർ നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കും എന്നതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഈ സ്കീമുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്കീമുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് തരാൻ വളരെയധികം ഉഷാറാണ്. കാരണം സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി ഇതിന്റെ അകത്തുണ്ട്. സ്വാഭാവികമായും മുദ്ര ലോൺ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ലോൺ നിങ്ങൾക്ക് സാങ്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് സർക്കാർ ഒരു ഗ്യാരണ്ടി ആയിട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. ഏതൊക്കെ സംരംഭങ്ങൾക്ക് ലഭിക്കും? നിങ്ങളൊരു ട്രേഡ് നടത്തുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർവീസ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്, ഈ തരത്തിലുള്ള ഏത് സംരംഭമാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ KSFE മുഖേന, ബാങ്ക് മുഖേന, കേരള ബാങ്ക് മുഖേന, ഷെഡ്യൂൾഡ് ബാങ്ക് മുഖേന, ദേശസാൽകൃത ബാങ്ക് മുഖേന, ഇനി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേന നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അത് മുഖേന ഈ ലോൺ നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാൻ സാധിക്കും. ശരാശരി ഒരു 750 മുകളിൽ സിബിൽ സ്കോറും, അതേപോലെ തന്നെ നിങ്ങളുടെ
ഡാറ്റ, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ് മുതലായവയും, ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ അഡ്രസ്സ് തുടങ്ങിയവയും, അതേപോലെ തന്നെ വിശദമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ബാങ്കുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്യുകയും വേണം. ഇനി ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പുകൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വൺ ഫാമിലി വൺ എന്റർപ്രൈസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള വ്യവസായ വകുപ്പിലെ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസിൽ ഒന്ന് പോയി അവിടുത്തെ ഓഫീസിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. പറയാനുള്ള കാരണം അവർ മികച്ച തരത്തിലുള്ള സപ്പോർട്ട് നൽകും. അതായത് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവർ മുഖേന പ്രൊജക്ട് റിപ്പോർട്ട് പോകുന്ന സമയത്ത്, അത് ഗവൺമെന്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് പോകുന്ന സമയത്ത് ബാങ്ക്, അത് ഷെഡ്യൂൾഡ് ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശസൽകൃത ബാങ്ക് ആയിക്കോട്ടെ, പ്രത്യേക ഒരു പരിഗണന അതിന്മേൽ ബാങ്ക് നിങ്ങൾക്ക് നൽകും. അതിലൂടെ നിങ്ങൾക്ക് ഈ വൺ ഫാമിലി വൺ എന്റർപ്രൈസ് മുഖേന ലോൺ കിട്ടാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷ ആൾക്കാരും മുദ്ര ലോണിന് പുറകെ പോകുന്നത് മോശമായിട്ടല്ല പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് സബ്സിഡി കൂടെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ഫാമിലി വൺ എന്റർപ്രൈസ് മുഖേന നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6% സബ്സിഡി നിങ്ങൾക്ക് 5 വർഷത്തേക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അത് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ലോൺ ട്രാപ്പിൽ അകപ്പെടുന്നതിനേക്കാൾ വളരെയധികം ഹെൽപ്പ് ആവുകയും ചെയ്യും. ഈ വൺ ഫാമിലി വൺ എന്റർപ്രൈസ് മുഖേന ലോൺ എടുത്ത് സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.